2024 ബോർഡ് എക്സാമിന് വന്നിട്ടുള്ള 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കുട്ടികളിൽ പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ എന്ന് ചോദിച്ചിട്ട്. നമുക്കിന്ന് അതുകൊണ്ട് ആ ചോദ്യം തന്നെ ഒന്ന് നോക്കാം. ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ഹൗ ദി എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇങ്ങനെ ഒരു ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? അതായത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയുമാണ്. ഇവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ല, സെൻട്രൽ ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല. സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. മാർക്കറ്റ് തന്നെ ഇംബാലൻസ് ശരിയാക്കുന്നു. അതായത് ഒരു ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് എപ്പോഴാണ് വർദ്ധിക്കുന്നത്? ഇമ്പോർട്ടുള്ള സമയത്ത്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളപ്പോൾ, നമുക്ക് ഫോറിൻ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള സമയത്ത്, ഫോറിൻ ട്രിപ്പുകൾ ചെയ്യുന്ന സമയത്ത്, ഈ സമയത്തൊക്കെയാണ് ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്. ആ സമയത്ത് ഡൊമസ്റ്റിക് കറൻസിക്ക് എന്ത് സംഭവിക്കുന്നു? ഡൊമസ്റ്റിക് കറൻസിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഇനി ഫോറിൻ കറൻസിയുടെ സപ്ലൈ എപ്പോഴാണ് വർദ്ധിക്കുന്നത്? എക്സ്പോർട്ടുള്ള സമയത്ത്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോസിൽ, ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത്, അതേപോലെ തന്നെ റെമിറ്റൻസ് ഉള്ള സമയത്ത്, ഈ സമയത്താണ് ഫോറിൻ കറൻസിയുടെ സപ്ലൈ വർദ്ധിക്കുന്നത്. ഈ സമയത്ത് ഡൊമസ്റ്റിക് കറൻസിക്ക് അപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഇനി എപ്പോഴാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആവുന്നത്? അപ്പോൾ ഈ ഡിമാൻഡ് സപ്ലൈയും എവിടെയാണോ ഇക്വിലിബ്രിയം നേടുന്നത് അവിടെ വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആൻസർ ചെയ്യുക.